വി ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയായി രണ്ടാം ഊഴം നൽകി കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. സംസ്ഥാന കമ്മിറ്റിയിൽ വൻ അഴിച്ചുപണിയാണ് ഇത്തവണ നടത്തിയത്. 88-ൽ നിന്ന് 89 ഉയർത്തിയ സംസ്ഥാന കമ്മിറ്റിയിലെ 17 പേർ പുതുമുഖങ്ങളാണ്. കെ ശൈലജ, MV ജയരാജൻ, CN മോഹനൻ എന്നിവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. മന്ത്രി വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാകും. മന്ത്രി ആർ ബിന്ദു, ജോൺ ബ്രിട്ടാസ് MP, യുവപ്രാതിനിധ്യവുമായി DYFI നേതാക്കളായ VK സനോജ്, V വസീഫ് എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ പുതുമുഖങ്ങളിൽ പ്രമുഖർ. മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കി. പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതൊക്കെ പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതും അങ്ങനെ പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിക്കുക. CPIM ചെറുപ്പക്കാർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കമ്മിറ്റിയാണ്. എല്ലാ കമ്മിറ്റികളിലും നല്ല നിലയിലുള്ള പ്രാതിനിധ്യം എല്ലാ ഘടകങ്ങളിലുണ്ട്. M രാജഗോപാൽ, K റഫീഖ്, M മെഹബൂബ്, VP അനിൽകുമാർ, KV അബ്ദുൾ ഖാദർ എന്നിവർ ജില്ലാ സെക്രട്ടറിമാരെന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചു. ബിജു കണ്ടക്കൈ, M പ്രകാശൻ, K ശാന്തകുമാരി MLA, കൊച്ചി മേയർ M അനിൽകുമാർ, K പ്രസാദ്, TR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റിയിലെ മറ്റു പുതുമുഖങ്ങൾ. മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, വയനാട് മുൻ ജില്ലാ സെക്രട്ടറി T ഗഗാറിൻ, സൂസൻ കോടി എന്നിവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിലാണ് സൂസൻ കോടിയെ ഒഴിവാക്കിയതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി. ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തിട്ടില്ല. കരുനാഗപ്പള്ളിയുണ്ടായ ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളിയുള്ളവരെല്ലാം ജില്ലാ സമ്മേളനത്തിൽ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അതിൻ്റെ ഭാഗമെന്നുള്ളതിൽ കരുനാഗപ്പള്ളി താമസിക്കുന്ന ഒരാളല്ലേ ഞാൻ. അപ്പോൾ ആ നിലയിൽ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. 17-അംഗ സെക്രട്ടേറിയറ്റിൽ പുതുതായി KK ശൈലജ MLA, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ എന്നിവരെ ഉൾപ്പെടുത്തി. ഇതോടെ കണ്ണൂരിലും എറണാകുളത്തും പുതിയ ജില്ലാ സെക്രട്ടറിമാർ വരും. പ്രായപരിധി നിബന്ധന വന്നപ്പോഴാണ് ശ്രീമതി ടീച്ചർ ഒഴിവായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ സെക്രട്ടറിയിലേക്ക് വരികയും ചെയ്തത്. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെയൊക്കെ കടമയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ചുമതല ഏൽക്കുന്നു. നേരത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റത് എങ്ങനെയാണ്, അതുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് ചുമതല ഏൽക്കുന്നു. എറണാകുളത്തെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരത്തിൽ മാറ്റുന്നു. അത്രമാത്രം. പ്രായപരിധി കണക്കിലെടുത്ത AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ എന്നിവരെ ഒഴിവാക്കി. പുതിയ കേഡർമാർക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ വയസ്സിൻ്റെ പരിധി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നേ വെക്കേണ്ടതായിരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് 75-നേക്കാളും 70 എൻ്റെ മനസ്സിലുള്ളത്. തീരുമാനം പാർട്ടി പറയുമ്പോൾ വളരെ അധികം സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്നത് എന്താ കാരണം എന്നറിയോ? എത്രയോ വർഷമായി നമ്മളിവിടെ ഇരിക്കുന്നു. എനിക്ക് പകരം കൂടുതൽ ആളുകളിൽ നിന്നും ഇങ്ങോട്ട് അങ്ങനെ എടുക്കാനും പറ്റില്ല. അപ്പോൾ എനിക്ക് പകരം പുതിയ ആളെ കൊണ്ടുവരാൻ പറ്റും. ഈ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കരുത്ത് ഒന്നുകൂടി ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന സമ്മേളനമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ദൗത്യം നിർവഹിക്കാൻ കേരളത്തിൽ CPM-ന് മാത്രമേ സാധിക്കൂ. P ശശി, P ജയരാജൻ എന്നിവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചില്ല. KH ബാബുജാൻ കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷനാകും. ബാബുജാനും സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായിരിക്കും. C അജയകുമാർ, P മമ്മിക്കുട്ടി എന്നിവരാണ് കൺട്രോൾ കമ്മീഷൻ അംഗങ്ങൾ. ടീം ന്യൂസ് മലയാളം, കൊല്ലം.